നമസ്കാരം. രണ്ടാം ഘട്ടം കർഷക സമരം തീരുമാനമാവാതെ തുടരുമ്പോൾ ഓരോ ദിവസവും സമരമുഖത്തുനിന്ന് പോരാട്ടത്തിന്റെ വാർത്തകൾക്കൊപ്പം ചരമ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2020 മുതൽ 2021 വരെ ഒരു വർഷം നീണ്ട കർഷക സമരത്തിൽ 100-ലധികം കർഷകർ മരണപ്പെട്ടിരുന്നു. ഇത്തവണ കർഷക പ്രതിഷേധത്തിനിടെ കഴിഞ്ഞ ദിവസം ഒരു കർഷകനു കൂടി ജീവൻ നഷ്ടമായി. ഖനൗരി അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകനാണ് മരിച്ചത്. ഇതോടെ ഡൽഹി ചലോ ആഹ്വാനത്തിന് കീഴിൽ നടക്കുന്ന പ്രതിഷേധത്തിനിടെ മരിച്ചവരുടെ എണ്ണം 5ആയി. ബഠിൻഡ ജില്ലയിലെ അമർഗഡ് ഗ്രാമത്തിൽ നിന്നുള്ള കർഷകൻ ദർശൻ സിംഗ് ആണ് മരിച്ചത്. ഫെബ്രുവരി 13 മുതൽ ഖനൗരി അതിർത്തിയിലാണ് അദ്ദേഹം സമരം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 9 ഏക്കറോളം ഭൂമിയുണ്ട്. 9 ലക്ഷം രൂപ കടവുമുണ്ട്. ഒരു മാസം മുൻപായിരുന്നു ദർശൻ സിംഗ് തന്റെ മകന്റെ വിവാഹം നടത്തിയത്. ദർശൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ യൂണിയൻ മരിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിർത്തിയിൽ കൂടുതൽ കർഷകർ മരിക്കുന്നത് തടയാൻ ആവശ്യങ്ങൾ ഉടൻ സർക്കാർ അംഗീകരിക്കണമെന്ന് സംഘടനയുടെ നേതാവ് രേഷം സിംഗ് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കർഷകന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു മരണം. രാത്രി 11 മണിക്ക് കർഷകനായ ദർശൻ സിംഗ് ബോധരഹിതനായി വീണതായി കുടുംബാംഗങ്ങൾ പറയുന്നു. വ്യാഴാഴ്ച പ്രതിഷേധ സ്ഥലത്ത് വെച്ച് അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചെങ്കിലും കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥാപനത്തിലേക്ക് അവർ റെഫർ ചെയ്തു. തുടർന്ന് പട്യാലയിലെ സർക്കാർ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ദർശൻ സിംഗിന് ഭാര്യ പരംജിത്ത് കൗറും ഒരു മകളും 20 ദിവസം മുമ്പ് വിവാഹിതനായ 24 വയസ്സുള്ള മകനുമുണ്ട്. അദ്ദേഹത്തിന് 9 ഏക്കർ കൃഷിഭൂമിയുണ്ട്. 9 ലക്ഷം രൂപയുടെ കടബാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൃതദേഹം പട്യാലയിലെ സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് മരിച്ച കർഷകന്റെ ബന്ധുവായ ലഖ്വീർ സിംഗ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഖനൗരിയിൽ വെച്ച് ഹരിയാന പോലീസുമായി ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ യുവ കർഷകൻ മരണപ്പെട്ടിരുന്നു. പഞ്ചാബ് ബഠിൻഡ ബലോക് സ്വദേശി ശുഭ്കരൺ സിംഗ് ആണ് അന്ന് മരിച്ചത്. സംഭവത്തെ തുടർന്ന് സംയുക്ത കിസാൻ മോർച്ച 2 ദിവസത്തേക്ക് ഡൽഹി ചലോ മാർച്ച് നിർത്തിവെച്ചിരുന്നു. ഇനിയും സമരം നീണ്ടാൽ അത് കൂടുതൽ പേരുടെ മരണത്തിലേക്കാവും നയിക്കുക എന്ന മുന്നനുഭവം സമര നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അശുഭകരമായ അത്തരം സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ എത്രയും വേഗം സമരം ഒത്തുതീർപ്പാക്കണമെന്നാണ് രാജ്യത്ത് ഉയരുന്ന പൊതുവികാരം. അതിന് കേന്ദ്ര സർക്കാർ ചെവി കൊടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.